ഏപ്രിൽ 20-ാം തീയതിയായിരുന്നു ഈ വർഷത്തെ ഈസ്റ്റർ. ഗുഡ് ഫ്രൈഡേ എന്ന ദുഃഖവെള്ളി ഏപ്രിൽ 18-നും. 50 നൊയമ്പെന്നറിയപ്പെടുന്ന ദിവസങ്ങൾ മുഴുവൻ കർശനമായ അച്ചടക്കം പാലിച്ചും പ്രാർത്ഥനകളിൽ മുഴുകിയും ലോകമൊട്ടുക്കുമുള്ള ക്രൈസ്തവർ 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യേശു ക്രിസ്തു എന്ന പ്രവാചകന് അദ്ദേഹം വിശ്വസിച്ച മതത്തിൻ്റെ പേരിൽ അന്നത്തെ ഭരണാധികാരികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രാണൻ പറിച്ചെടുക്കുന്ന പീഡാനുഭവങ്ങളുടെ സ്മരണ പുതുക്കുകയും പ്രതീകാത്മകമായി സംസ്കാര ശുശ്രൂഷകൾ നടത്തുകയും 3-ാം ദിവസത്തെ ഉത്ഥാനമായ ഉയിർപ്പ് തിരുനാളെന്ന ഈസ്റ്റർ ആഘോഷിക്കുകയും ചെയ്തു. മനുഷ്യരാരും കടന്നുപോകാൻ ആഗ്രഹിക്കാത്ത ക്രൂരമായ പീഡാനുഭവങ്ങളുടെയും അതുകൊണ്ടുതന്നെ അപ്രാപ്യമായ ദൈവിക പുനരുത്ഥാനത്തിൻ്റെയും സ്മരണ പുതുക്കിയ പുണ്യദിവസങ്ങൾ. സഹനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും നീണ്ട ദിവസങ്ങൾക്കൊടുവിൽ വന്ന ഈസ്റ്റർ വിശ്വാസി സമൂഹം ആവേശത്തോടെ ആഘോഷിച്ചു. പിറ്റേ ദിവസം ഏപ്രിൽ 21-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 11:05 ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ആ വാർത്ത ലോകമറിഞ്ഞു. All right, to our breaking news now on Pope Francis, head of the Catholic Church and sovereign of the Vatican City State, has died aged 88. Pope Francis has died. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട്. പോപ്പ് ഫ്രാൻസിസ് എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുന്നു, അഥവാ മരണപ്പെട്ടിരിക്കുന്നു. ലോകമൊട്ടുക്കുമുള്ള 141 കോടി കത്തോലിക്കരുടെ ആരാധ്യനും അനിഷേധ്യനുമായ തലവൻ. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിനുള്ളിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന വത്തിക്കാനിൽ താമസിച്ചുകൊണ്ട് വിവിധ ക്രൈസ്തവ സഭകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന റോമിൻ്റെ ബിഷപ്പ് എന്നറിയപ്പെടുന്ന മതാധ്യക്ഷൻ. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യരിൽ സെയിൻറ്റ് പീറ്ററിൽ നിന്ന് ആരംഭിക്കുന്ന പോപ്പ് പരമ്പരയുടെ വർത്തമാനകാലത്തെ ഒരേയൊരു പ്രതിനിധി, അഥവാ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ ജീവൻ വെടിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖവാർത്ത. അച്ചടി മാധ്യമങ്ങളും നവമാധ്യമങ്ങളുമെല്ലാം ടെലിവിഷൻ കാണാത്ത പോപ്പ് ഫ്രാൻസിസിൻ്റെ ചിത്രങ്ങളും വാർത്തകളും കൊണ്ട് നിറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റും ചാൾസ് രാജാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമടക്കം ലോകത്തെ പ്രമുഖരും പ്രഗത്ഭരുമായ ഭരണാധികാരികളെല്ലാം അനുശോചനം രേഖപ്പെടുത്തി. ദേശീയ പതാകകൾ താഴ്ത്തപ്പെട്ടു. ആഗോളതലത്തിൽ ദുഃഖാചരണം പ്രഖ്യാപിക്കപ്പെട്ടു. പാരീസിലെ ഈഫൽ ടവർ അന്ന് രാത്രി മുഴുവൻ ലൈറ്റുകളും അണച്ചുകൊണ്ടും ദുഃഖം രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മരണം വിശുദ്ധ നൊയമ്പാചരണത്തിൻ്റെ കാലയളവിലല്ല, ദുഃഖവെള്ളിക്കല്ല, ഈസ്റ്ററിൻ്റെ ആഹ്ലാദ ദിനത്തിലുമല്ല. സഭയും വിശ്വാസികളും നൊയമ്പ് മുഴുമിപ്പിച്ച് ഈസ്റ്റർ ആഘോഷിച്ചതിൻ്റെ പിറ്റേന്നാൾ, ഒരു വ്യാഴവട്ടക്കാലത്തെ തൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിക്കൊണ്ട്, ഓട്ടം കൃത്യമായി പൂർത്തിയാക്കിക്കൊണ്ട് ആ വ്യക്തി കടന്നുപോയിരിക്കുന്നു. എന്നു മാത്രമല്ല, ഈസ്റ്റർ ദിവസം വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കാത്തുനിന്ന വിശ്വാസികളെ അദ്ദേഹം ആശീർവദിക്കുകയും രോഗശയ്യയിൽ നിന്ന് തന്നെ മടക്കിക്കൊണ്ടുവന്നതിന് നന്ദി പറയുകയും കൂടി ചെയ്തു. അതുപക്ഷേ തൻ്റെ അജഗണത്തോടും ലോകജനതയോടുമായി അദ്ദേഹം നടത്തിയ അന്തിമമായ നന്ദി പ്രകടനമായിരുന്നു. സാധാരണ ഒരു പോപ്പ് മരണപ്പെടുമ്പോൾ ലോകമൊട്ടുക്കും നടക്കാറുള്ള പതിവ് ദുഃഖാചരണങ്ങളല്ല, അനുശോചന സന്ദേശങ്ങളല്ല, പ്രതികരണങ്ങളുമല്ല പക്ഷേ ഇക്കുറി കണ്ടത്. അതും 88-ാമത്തെ വയസ്സിൽ പ്രായാധിക്യം കൊണ്ടുള്ള അവശതകൾ മൂലം സ്വാഭാവിക മരണം സംഭവിച്ച ഒരു മതാധ്യക്ഷന് ലഭിക്കേണ്ടത്. കാരണം താൻ ജീവിച്ച കാലവുമായി
ലോകവുമായി ഇത്രയും വൈകാരികമായ ബന്ധമുണ്ടാക്കിയ, അത് നിലനിർത്തിയ ഒരു മാർപ്പാപ്പ സമീപകാലത്തെങ്ങും സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഹോർഹെ മാരിയോ ബെർഗോളിയോ എന്ന അർജന്റീനിയൻ പൗരൻ തൻ്റെ 76-ാമത്തെ വയസ്സിൽ സ്വന്തം നാട്ടിൽ കർദിനാളായിരിക്കെ ബെനഡിക്ട് 16-ാമനു ശേഷം കത്തോലിക്ക സഭയുടെ 266-ാമത്തെ പോപ്പായി വത്തിക്കാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ധാരാളം വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞു. 1200 വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിന് പുറത്തുനിന്നും കണ്ടെത്തപ്പെട്ട പോപ്പ്, ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ പോപ്പ്, സൊസൈറ്റി ഓഫ് ജീസസ് എന്ന ഈശോ സഭയിൽ നിന്നും വരുന്ന ആദ്യത്തെ പോപ്പ്, 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ദീനാനുകമ്പയുടെ പ്രതീകവും ദാരിദ്ര്യത്തിൻ്റെ വക്താവുമായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പേര് തിരഞ്ഞെടുത്ത ആദ്യത്തെ പോപ്പ്. അങ്ങനെ നീണ്ടുപോയി വിശേഷണങ്ങൾ. പക്ഷേ അതെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നുവെന്ന് ആ പരമാധ്യക്ഷൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കാനും സംസാരിക്കാനും തുടങ്ങിയപ്പോൾ ലോകത്തിന് ബോധ്യപ്പെട്ടു. പോപ്പായി ചുമതലയേറ്റ ആദ്യ വർഷം കൊണ്ട് തന്നെ അമേരിക്കയിലെ ടൈം മാഗസിൻ ആ വ്യക്തിയെ പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേരിനോടും ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും നീതി പുലർത്തിക്കൊണ്ട് അനാവശ്യമായ ആഡംബരങ്ങളോടെല്ലാം പോപ്പ് ഫ്രാൻസിസ് പുറം തിരിഞ്ഞു നിന്നു. മാർപ്പാപ്പയുടെ അവകാശമായ വത്തിക്കാൻ പാലസ് വേണ്ടെന്ന് വെച്ച് പ്രവർത്തിച്ച 12 വർഷവും വത്തിക്കാനിലെ സാന്ത മരിയ എന്ന അതിഥി മന്ദിരത്തിൽ താമസിച്ചു. ഇത്രയും പോപ്പിൻ്റെ ലാളിത്യവും വിനയവുമായി കണ്ട ലോകം അദ്ദേഹത്തിൻ്റെ ആർജവവും പ്രതിബദ്ധതയും കണ്ടത് ആ വ്യക്തി ലോകവ്യവഹാരങ്ങളിൽ ഇടപെടാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും തുടങ്ങിയപ്പോഴാണ്. ജീവിക്കാൻ ഇടമില്ലാതെ ഭാണ്ഡങ്ങളുമായി പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികൾക്കും അശരണർക്കും വൃദ്ധർക്കും പല പല പേരുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി പോപ്പ് ഫ്രാൻസിസ് സംസാരിച്ചു. അതും പലപ്പോഴും ലോക നേതാക്കളാരും കാണിക്കാൻ മടിക്കുന്ന ആർജവത്തോടെ ശബ്ദമുയർത്തി. ഏതാൾക്കൂട്ടത്തിലും അങ്ങനെയുള്ളവരെ യഥാർത്ഥ ഇടയൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടെത്തി. നിസ്സങ്കോചം അവരെ ചേർത്തു പിടിച്ചു. കവിളിൽ തഴുകി കാലുകൾ കഴുകി ചുംബിച്ചു. സഭ ചെയ്ത തിരുത്തപ്പെടാമായിരുന്ന ചരിത്രപരമായ തെറ്റുകൾക്ക് നിസ്സങ്കോചം മാപ്പപേക്ഷിച്ചു. കുടിയേറ്റക്കാർക്കെതിരെ കർക്കശ നിലപാടെടുത്ത, അവരെ മതിൽ കെട്ടിയും തടുക്കുമെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനോടും അത് പാടില്ല, വേണ്ടത് കെട്ടിയടയ്ക്കുന്ന മതിലുകളല്ല കൂട്ടിയോജിപ്പിക്കുന്ന പാലങ്ങളാണെന്ന് പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവും കാണിച്ചു. കമ്മ്യൂണിസ്റ്റ് പോപ്പ് എന്ന പരിഹാസവിളി കേട്ടപ്പോഴും സൗമ്യമായി പ്രതികരിച്ചത് ദാരിദ്ര്യത്തിന് പ്രത്യയശാസ്ത്രമില്ല, ദരിദ്രർ സുവിശേഷത്തിൻ്റെ കൊടിയടയാളമാണ് എന്നായിരുന്നു. സ്ത്രീകളോട് അദ്ദേഹം കാണിച്ച ആദരവും അവർക്ക് നൽകിയ അംഗീകാരങ്ങളും പാപ്പാ ചരിത്രത്തോളം തന്നെ സ്മരിക്കപ്പെടുന്നതാണ്. വത്തിക്കാൻ സിറ്റി എന്ന ലോകത്തിലെ ഏറ്റവും ചെറുതും പക്ഷേ സ്വാധീന ശക്തിയുള്ളതുമായ സ്റ്റേറ്റിൻ്റെ ഗവർണറായി റാഫെല്ലെ പെട്രിനി എന്ന ഫ്രാൻസിസ്കൻ കന്യാസ്ത്രീയെ നിയമിച്ചുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് കുറിച്ചതും പുതിയ ചരിത്രമാണ്. മാർപ്പാപ്പയുടെ ഉപദേശക സമിതിയായ സിനഡിൽ പങ്കെടുക്കാനുള്ള അവകാശം മാത്രമുണ്ടായിരുന്ന കന്യാസ്ത്രീകൾക്കും തീരുമാനങ്ങളെടുക്കാൻ വൈദികർക്കൊപ്പം വോട്ടവകാശം നൽകിയതും പോപ്പ് ഫ്രാൻസിസിൻ്റെ വിപ്ലവകരമായ ഇടപെടലാണ്. പെസഹ തിരുക്കർമ്മങ്ങളിൽ സ്ത്രീകളുടെയും കാൽ കഴുകാമെന്ന് പറഞ്ഞതും 2024 റോമിലെ ഒരു ജയിലിലുള്ള 12 സ്ത്രീകളുടെ കാൽ കഴുകി അദ്ദേഹം ചുംബിച്ചതും വീണ്ടും വിപ്ലവകരമായ തീരുമാനവും ചരിത്രവുമായി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും മാമോദിസ സ്വീകരിക്കാനുള്ള അവകാശം നൽകി. കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമുണ്ടായിരുന്ന സ്കൂളുകളിൽ മനഃശാസ്ത്രവും സാഹിത്യവും പഠിപ്പിച്ച പോപ്പ് ആണവായുധങ്ങളുടെ ഉപയോഗം മാത്രമല്ല ഉടമസ്ഥതയും ഉപേക്ഷിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളെ പലവുരു ആഹ്വാനം ചെയ്തു. പ്രകൃതിയെയും പരിസ്ഥിതിയെയും പറ്റി ഇത്രയും ആശങ്കപ്പെടുകയും സർക്കുലർ ഇറക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു മാർപ്പാപ്പയില്ല.
Mr. Speaker, the Pope of the Holy See. History as the first pope ever to take these steps in the U.S. Capitol. It was an occasion befitting the spectacle this place puts on offer. 2024 ജൂണിൽ ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിലും അമേരിക്കൻ കോൺഗ്രസിലും ഐക്യരാഷ്ട്രസഭയിലും ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും നോക്കാതെ നേരിട്ടെത്തി ആഗോളതാപനത്തിൻ്റെയും പ്രകൃതി ചൂഷണത്തിൻ്റെയും രാസായുധങ്ങളുടെയും പേരിലുള്ള ആശങ്ക രേഖപ്പെടുത്തി. G7 ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും US പ്രസിഡന്റ് ജോ ബൈഡനുമായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായുമെല്ലാം തനിച്ചുള്ള ചർച്ചകൾ നടത്തി. ലോകത്തിൻ്റെ ഭാവിയിലും മാറുന്ന ആഗോള സാഹചര്യങ്ങളിലും പരിസ്ഥിതി പ്രതിസന്ധികളിലുമെല്ലാം ശക്തമായ ആശങ്കകളുള്ള ഒരു പച്ച മനുഷ്യൻ്റെ ഇടപെടലുകളായിരുന്നു അതെല്ലാം. കുഞ്ഞുങ്ങൾക്കും വരാനിരിക്കുന്ന തലമുറകൾക്കും വേണ്ടി ലോകം സമാധാനപൂർണമായും പച്ചപ്പോടെയും നിലനിൽക്കണമെന്ന് ഹൃദയത്തിൽ പ്രാർത്ഥനകളും ആശങ്കകളുമുള്ള ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയുടെ വാക്കുകളും ചിന്തകളുമാണ് അവിടെയെല്ലാം പ്രകടമായത്. ജീവിതത്തിലെ അവസാന നാളുകളിൽ പോപ്പിനെ ഏറ്റവും വിഷമിപ്പിച്ച ദുഃഖമായിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ കടന്നുകയറ്റവും ആക്രമണവും. ഇറ്റലിയിൽ നിന്നും മുസോളിനിയുടെ വംശീയ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷ തേടി അർജന്റീനയിലേക്ക് കുടിയേറിപ്പാർത്ത കുടുംബത്തിലെ ഒരംഗമെന്ന നിലയിൽ പലായനം ചെയ്യുന്നവരുടെയും കുടിയേറ്റക്കാരുടെയും നൊമ്പരങ്ങളും പ്രശ്നങ്ങളും നിഷ്പ്രയാസം ഉൾക്കൊള്ളാൻ പോപ്പിന് കഴിഞ്ഞു. ആ മനുഷ്യനെഴുതി, സന്തോഷം നിറഞ്ഞ ബാല്യം എനിക്കും സഹോദരങ്ങൾക്കും സ്വർഗത്തിൽ നിന്നുള്ള സമ്മാനമായി ലഭിച്ചപ്പോൾ എന്നെപ്പോലെയുള്ള അനേകം കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? നുറുങ്ങിയ ഹൃദയത്തോടെ ഞാനിത് ചോദിക്കാറുണ്ട്. ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. ഇവിടം കൊണ്ടും ആ സഹൃദയൻ്റെ ഉള്ളുലയൽ അവസാനിക്കുന്നില്ല. കുട്ടികളെപ്പോലെ തന്നെ വൃദ്ധരും അദ്ദേഹത്തിന് പ്രിയങ്കരരായിരുന്നു. റോസ എന്ന തൻ്റെ മുത്തശ്ശിയാണ് മനസ്സിൽ മൂല്യത്തിൻ്റെ വിത്ത് വിതച്ചതെന്നും ചിന്തകൾക്കുമേൽ ആദ്യമായി സ്വാധീനം ചെലുത്തിയതെന്നും പറഞ്ഞുകൊണ്ട് ഹോപ്പ് എന്ന തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നു: മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും മൂല്യമേറിയ ഉറവകളാണ്. അവരെ സംരക്ഷിക്കണം. പരിചരണ ഭവനങ്ങളിലേക്ക് വിടരുത്. എല്ലാറ്റിനും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് കഴിക്കാനുള്ളതിൻ്റെ പങ്ക് തന്നതിന്, പ്രോത്സാഹിപ്പിച്ചും പിന്തുണച്ചും നമ്മളെ നാം ആക്കിയതിന്. വിസ്മരിക്കപ്പെട്ടാലും ഉപേക്ഷിക്കപ്പെട്ടാലും എനിക്കുറപ്പുണ്ട്, അവർ മക്കൾക്കും കൊച്ചുമക്കൾക്കുമായുള്ള പ്രാർത്ഥന മുടക്കില്ല. ഒപ്പമില്ലാത്തപ്പോഴും അവർ നമ്മുടെ അരികത്തുണ്ടാവും. പ്രശ്നസമയങ്ങളിൽ ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ സാന്നിധ്യം അനുഭവിക്കാറുണ്ട്. ഇങ്ങനെ എഴുതാൻ കഴിയുന്ന ഒരു മനുഷ്യൻ തൻ്റെ അന്ത്യവിശ്രമത്തിനായി റോമിലെ കന്യാമറിയത്തിൻ്റെ നാമത്തിലുള്ള സാന്താ മരിയ മജോരെ ബസിലിക്ക തെരഞ്ഞെടുത്തതിലും താമസിക്കാനായി വത്തിക്കാൻ കൊട്ടാരത്തിനു പകരം കാസ സാന്താ മാർത്ത എന്ന കർദിനാൾമാർക്കായുള്ള അതിഥി മന്ദിരം കണ്ടെത്തിയതിലും അതിശയപ്പെടാനില്ല. പോപ്പായി പ്രവർത്തിച്ച 12 വർഷത്തിൽ ഒരിക്കൽ പോലും ജന്മനാടായ അർജന്റീന സന്ദർശിച്ചില്ല എന്നത് അദ്ദേഹത്തിൻ്റെ പോരായ്മയായിട്ടല്ല, മറിച്ച് ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ഒരു വിശ്വപൗരൻ്റെ നിഷ്പക്ഷതയായും സമദർശിത്വവുമായാണ് ലോകം വിലയിരുത്തിയത്. അഭയാർത്ഥികളെ അവരുടെ മതവും വംശവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ മനുഷ്യത്വപൂർവ്വം പരിഗണിക്കണമെന്ന് പറയുക മാത്രമല്ല, അവരുടെ കാലുകൾ കഴുകിക്കൊടുത്തുകൊണ്ട് ക്രിസ്തു ഉപദേശിച്ച സ്നേഹമെന്താണെന്ന്
കണ്ണുള്ളവർക്കെല്ലാം കാണിച്ചുകൂടി കൊടുത്തു. ഇന്ത്യയിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലെങ്കിലും നമ്മുടെ സംസ്കാരത്തോടും ചരിത്രത്തോടും ഫ്രാൻസിസ് പാപ്പയ്ക്ക് വലിയ ബഹുമാനമുണ്ടായിരുന്നു. മലയാളിയായ ബിഷപ്പ് ജോർജ് കുവക്കാടിനെ വാത്സല്യപൂർവ്വം അദ്ദേഹം കർദിനാളായി സ്ഥാനക്കയറ്റം നൽകുകയും തൻ്റെ വിദേശയാത്രകളുടെ കോർഡിനേഷൻ ചുമതല നൽകിക്കൊണ്ട് സന്തത സഹചാരിയായി കൂടെ നിർത്തുകയും ചെയ്തു. നമ്മൾ കാത്തിരുന്ന നിമിഷം ഇതാ സമാഗതമായിരിക്കുന്നു. ആർച്ച് ബിഷപ്പ് ജോർജ് ജേക്കബ് കുവക്കാട്. This is Cardinal George Kuvakad from the Secretary of State. He is responsible for organising the papal journeys. He's also dressed differently to some of the other cardinals. He's also an Eastern Catholic. He's from the Syro-Malabar Church in India. You can see even he's not received the same beretta as the other cardinals. പൗരസ്ത്യ പാരമ്പര്യപ്രകാരമുള്ള like some headgear from his own tradition. സ്ഥാനിക ചിഹ്നങ്ങളാണ് അദ്ദേഹം ധരിക്കുന്നത്. Direzione tua nella Iglesia lavorare. Ad onore Dei Onnipotentis e Sant'Orno Apostolorum Petri e Pauli, tibi committimus diaconia. 1923 ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം ലോകമത പാർലമെന്റ് വിളിച്ചു ചേർത്തപ്പോൾ അതിന് ആതിഥ്യമരുളുകയും മതമഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്ത് ഫ്രാൻസിസ് പാപ്പയും അതിൻ്റെ ഭാഗമായി. വൈദികരുടെയും സഭാതലവന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടായ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ താക്കീത് നൽകിയും മുഖം നോക്കാതെ നടപടികളെടുത്തും സ്വഭാവേന തന്നെ വ്യത്യസ്തനായി. പോപ്പായ ശേഷം ആദ്യം നടത്തിയ അനുഗ്രഹ പ്രഭാഷണത്തിൽ താൻ ആശീർവദിക്കുന്നതിന് മുമ്പ് തനിക്കു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സദസ്സിനോട് അപേക്ഷിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഗൗനിക്കാതെ പലപ്പോഴും ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവർക്കിടയിലെ വൃദ്ധരെയും അവശരെയും കുട്ടികളെയും കണ്ടെത്തി അവരെ ആശീർവദിക്കുകയും പലപ്പോഴും ആശ്ലേഷിക്കുകയും ചെയ്തു. ഉക്രൈനിൽ റഷ്യയും ഗാസയിൽ ഇസ്രയേലും നടത്തിയ യുദ്ധത്തെ പരസ്യമായി തന്നെ വിമർശിക്കുകയും ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം നൽകിയ ഈസ്റ്റർ സന്ദേശത്തിലും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ആവർത്തിച്ചപേക്ഷിച്ചു. ഇന്ത്യ അടക്കമുള്ള പ്രബലമായ ലോകരാഷ്ട്രങ്ങൾ നയതന്ത്രപരമായ മൗനം അവലംബിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്ന ഇസ്രയേലിനോടും അർത്ഥവും ആയുധവും നൽകി പിന്തുണയ്ക്കുന്ന അമേരിക്കയോടുമായി ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരമാധ്യക്ഷൻ തൻ്റെയും സമാധാനം കാംക്ഷിക്കുന്ന ഏതൊരു മനുഷ്യസ്നേഹിയുടെയും നിലപാടും മതവും ആർജവത്തോടെ സധൈര്യം വിളിച്ചു പറഞ്ഞത്. 14 അറബ് രാജ്യങ്ങളിലേക്ക് തുടരെ സന്ദർശനം നടത്തിയും സമാധാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കരാറുകൾ ഉണ്ടാക്കിയും സംസാരത്തിലൂടെ സംവാദത്തിലൂടെ തുറന്ന ചർച്ചകളിലൂടെ മാത്രമേ ലോകത്ത് സമാധാനവും സാഹോദര്യവും കണ്ടെത്താനാവൂ എന്നും പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിച്ചു. മാർപ്പാപ്പയായി പ്രവർത്തിച്ച 12 വർഷക്കാലവും നയങ്ങളിലൂടെ നിലപാടുകളിലൂടെ നടപടികളിലൂടെ അദ്ദേഹം വലിയ വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ക്രൈസ്തവ ചരിത്രത്തിലെ ജീവിച്ചിരുന്ന 3 വ്യക്തിത്വങ്ങളോട് അദ്ദേഹം അഗാധമായ നീതിയും കൂറും പുലർത്തിയെന്ന് സമ്മതിക്കേണ്ടി വരും. ഒന്ന്, അദ്ദേഹം തിരഞ്ഞെടുത്ത പേരിൻ്റെ ഉടമ അസീസിയായിലെ ഫ്രാൻസിസ്, ഭൂതദയയുടെ പര്യായ പദമായിരുന്ന വിശുദ്ധൻ. ദരിദ്രരോടും അഭയാർത്ഥികളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടും പരിസ്ഥിതിയുടെ നിലനിൽപ്പിനു വേണ്ടി വാദിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും തിരഞ്ഞെടുത്ത ആ പേരിനോട് അവസാന ശ്വാസം വരെ അദ്ദേഹം നീതി പുലർത്തി. 2, ക്രിസ്തുവിനെ നേരിട്ട് കണ്ട ശിഷ്യൻ. തൻ്റെ വാഗ്ദത്ത രാജ്യത്തിൻ്റെ പറുദീസയുടെ താക്കോൽ ക്രിസ്തു നേരിട്ട് നൽകിയ പ്രതിപുരുഷൻ. പോപ്പ് പരമ്പരയുടെ ആദ്യകണ്ണി സെയിൻറ്റ് പീറ്റർ.
ആ പദവിയോട്, ആ കസേരയോട് ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന പ്രതിപുരുഷൻ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്ത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുഖം നോക്കാതെ നടപ്പിലാക്കിക്കൊണ്ട് അദ്ദേഹം നീതി പുലർത്തി. മൂന്ന്, എന്താണോ ക്രിസ്തുമതത്തിൻ്റെ അസ്ഥിവാരം, അടിസ്ഥാനം, ആ മഹാ ഇടയൻ ജീസസ് ക്രൈസ്റ്റ് എന്ന സാക്ഷാൽ യേശു ക്രിസ്തു. ലക്ഷക്കണക്കിന് വൈദികരിൽ ഒരാളായി 33-ാം വയസ്സിൽ അർജന്റീനയിൽ ചുമതലയേറ്റത് മുതൽ 88-ാം വയസ്സിൽ ആഗോള കത്തോലിക്ക സഭയുടെ ഒരേയൊരു പോപ്പായി കടന്നു പോകുന്നതുവരെ അദ്ദേഹം ആ പേരിനോടും ക്രിസ്തു ഉപദേശിച്ച നിരുപാധികവും ലോകാശ്ലേഷിയുമായ സ്നേഹമെന്ന മതത്തോടും നീതി പുലർത്തി. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വാദഗതികളും വ്യത്യാസങ്ങളും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനു മുമ്പിൽ അപ്രത്യക്ഷമാകുന്നു. 76-ാം വയസ്സിൽ പോപ്പായി 88-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നതുവരെ പ്രായമെന്നത് വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് നിശബ്ദം കാണിച്ചു തന്നിട്ട് കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അതും നിർഭയനും ഫലിതപ്രിയനും പ്രവർത്തന നിരതനുമായിരുന്നു കൊണ്ടും സഭയുടെ ചരിത്രം പലവുരു മാറ്റിക്കുറിച്ചുകൊണ്ടും. റെസ്റ്റ് ഇൻ പീസ് എന്ന മരണാനന്തര ആശംസയായി പറയാറുണ്ട്. പക്ഷേ ഫ്രാൻസിസ് പോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരാശംസ മതിയാകുന്നില്ല. കാരണം ലോകമൊട്ടുക്കുമുള്ള അഭയാർത്ഥികളും കുടിയേറ്റക്കാരും വൃദ്ധരും പിന്നോക്കം തള്ളപ്പെട്ടവരുമായി പേരും മുഖവുമില്ലാത്ത ജനലക്ഷങ്ങൾ സ്നേഹ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ അവരുടെ നെഞ്ചിലേറ്റി ഹൃദയത്തിലേറ്റി വെച്ചിരിക്കെ മറ്റെന്തു പറഞ്ഞാൽ മതിയാകും. അതുകൊണ്ട് റെസ്റ്റ് ഇൻ പീസ് ഹോളി ഫാദർ, rest in our hearts too. Rest in the hearts of millions. Thank you very much.